ഫിനാൻസ് തട്ടിപ്പിനെതിരെ പാലക്കാട് NSS അകത്തേത്തറ എഞ്ചിനീയറിംഗ് കോളേജിൽ KSU പ്രതിഷേധമായിരുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ്. SC/ST OBC വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുക തട്ടിയെടുത്ത ജീവനക്കാർക്കെതിരെ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഇക്ബാൽ അർക്കിൽ വിവരങ്ങളുമായി. ഇക്ബാൽ, പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ സംഘർഷം, അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? സ്മൃതി, അല്പസമയമാണ് KSU പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ NSS അകത്തേത്തറ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പ്രതിഷേധമായി എത്തിയത്. ഈ SC/ST OBC വിദ്യാർത്ഥികളുടെ ഈ ഗ്രാൻസ് സ്കോളർഷിപ്പ് ഈ കോളേജിലെ 2 ക്ലർക്കുമാർ ചേർന്ന് തട്ടിയെടുത്തിരുന്നു. 56 ലക്ഷം രൂപയുടെ തട്ടിപ്പായിരുന്നു. ഈ തട്ടിപ്പിൽപ്പെട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ KSUയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം ആരംഭിച്ചത്. ഈ പ്രതിഷേധം കോളേജ് കവാടത്തിലേക്ക് എത്തിയ സമയത്ത് പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷത്തിലേക്ക് ഏർപ്പെടുകയായിരുന്നു. ഇപ്പോൾ KSUവിന്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. മറ്റ് പ്രവർത്തകരെ ഇപ്പോൾ ഈ മേഖലയിൽ നിന്ന് മാറ്റുകയാണ്. ഏതായാലും ഈ തട്ടിപ്പിൽപ്പെട്ടുള്ള എല്ലാവർക്കെതിരെ നടപടി വേണമെന്ന് ഈ തട്ടിപ്പിൽപ്പെട്ട എല്ലാവർക്കും എതിരെ ശക്തമായ നടപടി. അത് CPMന്റെ അനുഭാവികളല്ല, CPMന്റെ സജീവ പ്രവർത്തകൻ, ഏരിയ കമ്മിറ്റി മെമ്പർ, മുൻ MLAയുടെ സ്റ്റാഫ് കൂടെയായ വിനോദ് കുമാർ. ആ വിനോദിനെ രക്ഷിക്കാനാണ് ഇവിടുത്തെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ളവരുമാർക്ക് ഈ സസ്പെൻഡ് ചെയ്തത്. 2 പേരെ സസ്പെൻഡ് ചെയ്തു. ഈ വിനോദ് കുമാറിനെ മാറ്റി നിർത്തി സുധീഷ് എന്ന് പറയുന്ന ആളിനെ മാത്രമാണ് ഇവിടുത്തെ പ്രിൻസിപ്പൾ, RSSന്റെ ഷാഗിയിൽ പ്രവർത്തിക്കുന്ന AKGCTയുടെ മെമ്പർഷിപ്പുള്ള ഇവിടുത്തെ പ്രിൻസിപ്പൾ ചെയ്തത്. ഇത് ഈ CPMന്റെ അറിവോട് കൂടിയിട്ടാണ്. ഇവിടുത്തെ പോലീസിൻ്റെ ഒത്താശയുണ്ട്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം KSU തീർക്കും. ഇപ്പോഴും പ്രവർത്തകർ ഇപ്പോഴും ഈ കോളേജ് ക്യാമ്പസിന് ചുറ്റും തന്നെ ഇപ്പോൾ പ്രതിഷേധമായി നടന്നു നീങ്ങുകയാണ്. KSUവിൻ്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി, അതുപോലെ തന്നെ മറ്റ് KSU സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ KSUവിൻ്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. ഏതായാലും പ്രതിഷേധം ഈ കോളേജ് കവാടത്തിലേക്ക് എത്തിയ സമയത്താണ് പോലീസും പ്രവർത്തകരും തമ്മിൽ ഒരു സംഘർഷം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു. മറ്റ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇക്ബാൽ അറക്കിലാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി.